വെൽക്കം ബാക്ക് ടു ഫുൾ ടാങ്ക് ഫാമിലി. ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഡീകംപ്രഷൻ കേബിൾ ചേഞ്ച് ചെയ്തതാണ്. ഓൾറെഡി ഞാൻ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒന്ന് വീഡിയോ എടുത്തതാണ്. അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല നമ്മുടെ വണ്ടിയുടെ ഡീകംപ്രഷൻ കേബിൾ മാറ്റുന്നതും ഒരു കണ്ടൻ്റ് ആണെന്നുള്ളത്. സാധനങ്ങളെല്ലാം അഴിച്ചു കുറച്ചു. എന്തായാലും ടാങ്കും സീറ്റും അഴിക്കുന്നതല്ലേ, എന്നാൽ പിന്നെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ചേസും ആ ഭാഗങ്ങളൊക്കെ നിറച്ച് പൊടിയായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡീകംപ്രഷൻ കേബിൾ ഇട്ടു. എന്നിട്ട് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡീകംപ്രഷൻ കേബിൾ ആകെ 51 രൂപയുടെ സാധനമേ ഉള്ളൂ, പക്ഷേ അഴിച്ച് മാറ്റി സാധനം ഫിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും വലിയൊരു പണിയാണ്. ഒരു വട്ടം ഇട്ടിട്ട് എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പോൾ വീണ്ടും ഡീകംപ്രഷൻ ലീക്ക് ഉണ്ടായിരുന്നു. സോ രണ്ടാമത് അഴിച്ച് ഞങ്ങൾ വീണ്ടും ഇട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇല്ല. എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് ബോൾട്ടിൽ ഗ്രീസൊക്കെ തേച്ച് വീണ്ടും ഇട്ടു, കാരണം തുരുമ്പ് പിടിക്കരുതല്ലോ. പഴയ വണ്ടികളായ കാരണം റസ്റ്റ് ഇഷ്യൂ ഭയങ്കര കൂടുതലാണ്. സോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് ഡീകംപ്രഷൻ സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരോടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വണ്ടി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഓയിൽ വെച്ച് വണ്ടി തുടച്ച് വയ്ക്കുക. അപ്പോൾ കുറച്ച് മങ്ങിച്ചേ ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ തുരുമ്പ് പിടിക്കില്ല. സോ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.